േക്കൊന്ന് പോകണം. മുണ്ടക്കയിൽ നിന്നും മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമാണ് മുണ്ടക്കൈ. അവിടെ നിന്ന് ഒഴുകിയെത്തി ഇരിഞ്ഞിപ്പുഴയുടെ വലിയ കൂറ്റൻ പാറക്കല്ലുകളും മണ്ണുകളുമാണ് മനുഷ്യരുടെ ജീവിതം തകർത്തെറിഞ്ഞതും ജീവിതത്തെ വേരോടെ പിഴുതുമാറ്റിയതും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മുബഷിർ വിശദീകരിക്കുന്നത്. മുബഷിർ, എത്രമേൽ ഉള്ളിലേക്കുന്ന കാഴ്ചയാണ് ഈ ഉരുൾപൊട്ടലിൻ്റേത് മുണ്ടക്കൈയിൽ? അരുൺകുമാർ, ഇവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഇവിടുത്തെയുള്ള കാഴ്ചകൾ അത്രത്തോളം ഹൃദയഭേദകമാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയാണ് അരുൺകുമാർ. ഒരുപക്ഷെ എൻ്റെ മാധ്യമപ്രവർത്തന കരിയറിൽ തന്നെ ഇത്രത്തോളം വേദനയുണ്ടാക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുണ്ടക്കൈ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, പൂർണ്ണമായും ഒരു ഭാഗത്തേക്ക് അടർന്ന് വീഴാൻ പാകത്തിൽ നിൽക്കുന്നൊരു വീട്. ആ വീട്ടിൽ ഏറെ സങ്കടകരമായ കാഴ്ച. ഒരു വീട്ടിൽ 2 പേർ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ ദൗർഭാഗ്യവശാൽ അവരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അവിടെയുള്ള രക്ഷാപ്രവർത്തകർ നമ്മളോട് പങ്കുവെക്കുന്ന വിവരം, ആ വീട്ടിനുള്ളിൽ ഒരു 2 കസേരകളിലായി ഇവർ ഇരിക്കുന്ന നിലയിലാണ് എന്നുള്ളതാണ് അരുൺകുമാർ. ഒരുപക്ഷെ ആ സമയത്ത് ഒരു ഉരുൾപൊട്ടലിന് മുൻപായി വീട്ടിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി എത്തിയുണ്ടായ മണ്ണിടിച്ചിലിൽ കുത്തിയൊലിച്ചു വന്ന മണ്ണിനും അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായതാകാം എന്നുള്ളതാണ് ആ നിഗമനം. അവരെ പുറത്തെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ വീട് ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു മാറ്റിയാൽ മാത്രമേ അല്ലെ ആ വീടിനുള്ളിൽ മെയിനായിട്ട് വേണ്ടത് ഹാമർ, നല്ല വൈറ്റുള്ള ഹാമർ വേണം. അതുപോലെ തന്നെ കട്ടിങ് മെഷീന്, കോൺക്രീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻ വേണം. ഇത്തരം സംഗതികളുടെ മാത്രം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കുടുങ്ങിക്കിടക്കുന്നത് മുബഷീർ, ഇപ്പോൾ മുണ്ടക്കയിലെ ഈ കാണുന്ന വീട്ടിൽ എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ടാവും? പിന്നെ ചെറിയ സ്മെല്ല് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വലിയ കോൺക്രീറ്റ് അമ്പി കിടക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ, നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടിൽ മാത്രം 3 പേരാണ് അരുൺകുമാർ കുടുങ്ങിക്കിടക്കുന്നത്. അത്രത്തോളം കണ്ണു പൊട്ടുന്ന കാഴ്ചയാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കില്ല അരുൺകുമാർ. അതിലേറ്റവും സങ്കടകരമായ കാര്യം, കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ആ 3 പേരുടെയും മൃതദേഹം എന്നുള്ളതാണ്. അവരെ പുറത്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെയുള്ള നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ഒരു മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. മനുഷ്യസാധ്യമായതെല്ലാം ഇവിടെ ചെയ്തു നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കരസേന എത്തിയിട്ടുണ്ട്. സർവ്വസജ്ജമായ എല്ലാ ഉപകരണങ്ങളോടുകൂടി കരസേന എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്കിലും അത് അത്രത്തോളം ശ്രമകരമല്ല. വളരെ പ്രയാസപ്പെട്ട ഒരു പ്രവൃത്തി തന്നെയാണത്. ഒരുപക്ഷെ നമുക്ക് അത് വിവരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ ഈ ഒരു വീട്ടിൽ മാത്രം 3 പേർ അകപ്പെട്ട് കിടക്കുന്നു. വീട്ടുകാരുടെ വിവരം കൂടി ഒന്ന് അന്വേഷിക്കൂ. അത് നേരത്തെ നമ്മൾ ചോദിച്ചതുപോലെ സുദേവിന്റെ കുടുംബത്തിൽപ്പെട്ട 3 പേരാണോ ആ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത്? അവർക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ ഇന്നലെ വൈകുന്നേരം വരെയും കരുതിയിരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള അവസ്ഥ എന്താണെന്ന് ഉള്ളിൽ പോയി പരിശോധിക്കേണ്ടതുണ്ട്. വെള്ളാർമലയിലും ഇങ്ങനെ ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ട് വീടിൻ്റെ ഉള്ളിൽ. സുജിയ പർവ്വത് റിപ്പോർട്ട് ചെയ്തതുപോലെ ജീവനുണ്ടോ എന്ന് നിശ്ചയമില്ല. എങ്കിലും ഇത് രക്ഷാപ്രവർത്തക സംഘം അവിടെ എത്തേണ്ടതുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മാത്രമേ കോൺക്രീറ്റ് മുറിച്ച് അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയൂ. മുബഷീർ, അത് സുദൈവിൻ്റെ കുടുംബം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയുമോ? ഇപ്പോൾ മുബഷീർ കാണിക്കുന്ന ദൃശ്യങ്ങൾ, ഇപ്പോൾ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. ഇത് മുബഷീർ നേരത്തെ കാണിച്ച മുണ്ടക്കൈയിലെ ദൃശ്യങ്ങളാണ്. അത് സുദൈവിൻ്റെ വീടാണോ എന്ന് ഉറപ്പിക്കുമോ? അരുൺകുമാർ, നിലവിലെ സാഹചര്യത്തിൽ അത്തരം വിവരങ്ങൾ നമ്മളിവിടെ അന്വേഷിക്കുന്ന സമയത്ത് ആർക്കും തന്നെ അത് ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കരസേന, ആർമിയുടെ ഉദ്യോഗസ്ഥരാണ് ഈ ഒരു മേഖലയിലുള്ളത്. അവരവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ മേഖലയിൽ നിന്ന് പുറത്തു നിർത്തിയ രക്ഷാപ്രവർത്തകർ ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനുള്ളിൽ ആരാണ് അകപ്പെട്ടിരിക്കുന്നത് ബന്ധപ്പെട്ട വിവരം നിലവിൽ അറിയില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഊർജിതമായ രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കരസേനയുടെ ആളുകൾ ഉൾപ്പെടെ ആ മേഖലയിൽ എത്തിച്ചേർന്നുകൊണ്ട് അതിനുള്ളിൽ അകപ്പെട്ട അല്ലെങ്കിൽ കാണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മൃതദേഹം പുറത്തെടുക്കാനുള്ള ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ശരി, നമുക്കതിന്റെ ദൃശ്യങ്ങൾ ഒരു വിൻഡോയിൽ കൊടുക്കാം. മുബഷീർ തുടരുക. നമുക്ക്